നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിനിടെ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സി, പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരടക്കമുള്ള പ്രമുഖ കളിക്കാരെയും റഫറിമാരെയും ലക്ഷ്യമിട്ട് വൻ സുരക്ഷാ ഭീഷണികളും വധശ്രമ പദ്ധതികളും ഉണ്ടായിരുന്നതായി ഞെട്ടിക്കുന്ന പോലീസ് റിപ്പോർട്ട് പുറത്ത്. സ്പാനിഷ് പത്രമായ ഇൻഫോമാസിയോൺ പുറത്തുവിട്ട ചോർന്ന പോലീസ് രേഖകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിനിടെ ഉണ്ടായ ഭീകരാക്രമണ ഭീഷണികൾ, സ്റ്റോക്കിംഗ്, സൈബർ ആക്രമണങ്ങൾ എന്നിവ FBI-യും അന്താരാഷ്ട്ര പോലീസ് സഹകരണ കേന്ദ്രവും ചേർന്ന് രൂപീകരിച്ച സംയുക്ത സുരക്ഷാ നെറ്റ്വർക്ക് അന്വേഷിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിട്ട താരം അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയായിരുന്നു. ജൂലൈ 7-ന് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന അർജന്റീന-ഈജിപ്റ്റ് മത്സരത്തിന് മുന്നോടിയായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഉയർന്ന ഭീഷണിയായിരുന്നു ഇതിലൊന്ന്. തന്റെ ശരീരത്തിൽ 4 ബോംബുകൾ കെട്ടിവെച്ച് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ച് മെസ്സിയെ ചാവേർ ആക്രമണത്തിലൂടെ വധിക്കുമെന്നായിരുന്നു ഭീഷണി സന്ദേശം. ഇതേ മത്സര സമയത്ത് സ്റ്റേഡിയത്തിന് പുറത്തുള്ള വേസ്റ്റ് ബിന്നുകളിൽ 3 സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടെന്ന അജ്ഞാത ഫോൺ സന്ദേശവും ലഭിച്ചിരുന്നു. തുടർന്ന് ബോംബ് സ്ക്വാഡും വിദഗ്ധ പരിശീലനം ലഭിച്ച നായകളും ചേർന്ന് സ്റ്റേഡിയത്തിലും പരിസരത്തും വ്യാപക പരിശോധന നടത്തി. കൂടാതെ അർജന്റീന ജോർദാൻ മത്സരത്തിന് മുന്നോടിയായി ഡലാസ് വിമാനത്താവളത്തിലേക്ക് വിളിച്ച അജ്ഞാതൻ താനും മറ്റ് 2 പേരും നാടൻ ബോംബുകളും AR-15 തോക്കുകളുമായി സ്റ്റേഡിയത്തിലേക്ക് കടക്കുമെന്നും പോലീസിനെയും കളിക്കാരെയും പ്രത്യേകിച്ച് മെസ്സിയെയും ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെയും നിരവധി സുരക്ഷാ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. റൊണാൾഡോ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള വ്യക്തിയെക്കുറിച്ച് ഫിഫ ജീവനക്കാരനാണ് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഹൂസ്റ്റൺ, ടൊറന്റോ, മയാമി എന്നിവിടങ്ങളിലും റൊണാൾഡോയ്ക്ക് സമീപമെത്താൻ ആരാധകർ ശ്രമങ്ങൾ നടത്തി. ഒരു ഘട്ടത്തിൽ റൊണാൾഡോയുടെ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ലിഫ്റ്റിൽ താരത്തിനൊപ്പം കയറാൻ ശ്രമിച്ച വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രിസ്ത്യാനോയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തത് എന്നാണ് ഇയാൾ പോലീസിനോട് വിശദീകരിച്ചത്. പോർച്ചുഗൽ-ക്രൊയേഷ്യ മത്സരത്തിനിടെ റൊണാൾഡോയുടെ ജേഴ്സി ധരിച്ച ആരാധകൻ മൈതാനത്തേക്ക് ഓടിച്ചെന്നിറങ്ങിയ സംഭവമുണ്ടായി. പ്രമുഖ താരങ്ങൾക്ക് പുറമെ മത്സരം നിയന്ത്രിച്ച റഫറിമാർക്കും മറ്റ് കളിക്കാർക്കും നേരെ വൻതോതിൽ ഭീഷണികളും അധിക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അർജന്റീന-ഈജിപ്റ്റ് മത്സരം നിയന്ത്രിച്ച ഫ്രഞ്ച് റഫറി ഫ്രാങ്കോ ലറ്റക്കിർസിയർക്ക് വാട്സപ്പിലൂടെ 6000-ലധികം ഭീഷണി സന്ദേശങ്ങളാണ് ലഭിച്ചത്. VAR റഫറി വില്ലി ജലാജോഡിനും വധഭീഷണികൾ നേരിടേണ്ടി വന്നു. പരാഗ്വേക്കെതിരായ മത്സരത്തിന് ശേഷം ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയ്ക്കെതിരെ വംശീയ അധിക്ഷേപങ്ങളും താരത്തിന്റെ രൂപസാദൃശ്യമുള്ള ബൊമ്മ കത്തിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഗോളവസരം നഷ്ടപ്പെടുത്തിയതിന് നോർവീജിയൻ താരം അലക്സാണ്ടർ സോലോത്തിനും ഭാര്യയ്ക്കും നേരെയും പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ കൊളംബിയൻ താരം ജാമിൻജിൻ കാമ്പാസിന് നേരെയും ഭീഷണികളുണ്ടായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതിനെ തുടർന്ന് വധഭീഷണി ഉയർന്നതോടെ ദക്ഷിണ കൊറിയൻ പരിശീലകൻ ഹോങ് മ്യൂങ് ബോയ്ക്കും ദക്ഷിണ കൊറിയൻ ടീമിനും വൻ പോലീസ് അകമ്പടിയോടെയാണ് വിമാനത്താവളത്തിലേക്ക് സുരക്ഷയൊരുക്കിയിരുന്നത്.